നമസ്കാരം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ സുരേഷ് ഗോപി ഇടപെടുകയാണ്. രൂക്ഷമായ ഭാഷയിലാണ് സുരേഷ് ഗോപി ഇന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി നൽകിയത്. കാരണം കേരളത്തിൽ ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇതൊരു അടിയന്തരാവസ്ഥ, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നിരപരാധികളെ വരെ പോലീസ് ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ കൊടുക്കുന്നു, 14 ദിവസം റിമാൻഡ് ചെയ്യുന്നു, ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ടുപോയി അതിക്രൂരമായി തല്ലി ചതയ്ക്കുന്നു. അതൊന്നും തന്നെ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തന്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശത്ത് നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം അടിയന്തരാവസ്ഥയാണ് നാട്ടിൽ നടക്കുന്നതെന്ന് വീണ്ടും അദ്ദേഹം പറയുകയാണ്. ദൃശ്യങ്ങൾ കണ്ടുവെന്നും വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് ഉണ്ടായതെന്നും സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതേസമയം കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ 2.5 വർഷത്തിന് ശേഷം ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് നടപടിയെടുത്തത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് BS സുജിത്തിനെ മർദ്ദിച്ച SI ഉൾപ്പെടെയുള്ള 4 പോലീസുകാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരതയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പ്രതിഷേധം കടുത്തപ്പോഴാണ് ആഭ്യന്തര വകുപ്പ് ചിന്ത നടത്തി 4 പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തത്. കൂടാതെ DGPക്ക് ലഭിച്ച നിയമോപദേശത്തിൽ ആ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ കഴിയും എന്നാണ് പറയുന്നത്. എന്നാൽ പോലീസ് അസോസിയേഷനും അതോടൊപ്പം തന്നെ പോലീസിലെ ഒരു 2 ഭാഗങ്ങൾ, എപ്പോഴും നമ്മുടെ കേരള പോലീസിൽ 2 ടീം അംഗങ്ങളുണ്ട്. 2 ഭാഗങ്ങൾ ഉയർത്തുന്നത് ഒരു കുറ്റം ചെയ്തതിന് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ 2 നടപടികൾ എടുക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് പറയുന്നത്. ഒന്നേ സസ്പെൻഷൻ അല്ലെങ്കിൽ ഒന്നേ പിരിച്ചുവിടുക. പക്ഷെ അവരെ 2 രീതിയിലേക്ക് 2 നടപടിയും എടുക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പോലീസിലെ ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയങ്ങളിൽ സർക്കാരിന്റെ മുഖം രക്ഷിച്ച് സർക്കാരിന് ഒരു ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് ജനങ്ങളുടെ അടുത്തു നിന്നും ലഭിക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല അവരെ ടെർമിനേറ്റ് ചെയ്യുകയും കൂടി ചെയ്താൽ മാത്രമേ പിണറായി സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ മുഴുവനും തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നൊരാരോപണം പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ ഉന്നയിക്കും. അതുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവാതെ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേരത്തെ സ്ഥലം മാറ്റത്തിന് ഇൻക്രിമെന്റ് തടയലിലും മാത്രം ഒതുക്കിയ കേസ് പുനഃപരിശോധിക്കാനും ഉത്തരമേഖല IG രാജ്പാൽ മീണ ഉത്തരവിട്ടിരിക്കുകയാണ്. വകുപ്പ് തല നടപടി മാത്രം നേരിട്ട ഇവരുടെ പേരിൽ മജിസ്ട്രേറ്റ് കോടതി ഇടപെട്ടാണ് കേസെടുത്തത്. ഒരർത്ഥത്തിൽ മിക്കവാറും സംഭവിക്കാൻ പോകുന്ന കാര്യം ഇങ്ങനെയായിരിക്കും. കേരളത്തിൽ പോലീസ് നടത്തുന്ന കസ്റ്റഡി മർദ്ദനം, അതോടൊപ്പം തന്നെ നടന്നിട്ടുള്ള കസ്റ്റഡി മരണങ്ങൾ, അതിനൊക്കെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ സുരേഷ് ഗോപി കാര്യങ്ങൾ അവതരിപ്പിക്കും. അതായത് കേരളത്തിൽ ഒരുപാട് കസ്റ്റഡി മർദ്ദനങ്ങൾ നടക്കുന്നുണ്ട്. 2023 കസ്റ്റഡി മർദ്ദനത്തിന്റെ ഓരോ പരാതികളും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ ബോധ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്പെഷ്യൽ ടീമിനെ ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്താൻ അമിത്ഷാ നിയോഗിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഓരോ ദിവസം കഴിയുന്നതോറും പോലീസിന്റെ ക്രൂരമായ മുഖമാണ് പുറത്തു വരുന്നത്. ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുമെങ്കിലും ആ ജനമൈത്രിയുടെ പിന്നിൽ ഒരു ക്രൂരമായ മുഖമുണ്ട് എന്ന് ഓരോ ദിവസം ചെല്ലുന്തോറും ജനങ്ങൾ തന്നെ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. കസ്റ്റഡി മർദ്ദനവും പൊതുജനങ്ങളോട് പോലീസിന്റെ സഭ്യമായ ഒരു രീതി, അത് സഭ്യമായി പെരുമാറാത്തതടക്കം, അത് ഒരു തെറിവിളി, പൊതുജനങ്ങളെ മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ തെറിവിളിക്കുന്നതടക്കം വലിയ രീതിയിൽ ഒട്ടേറെ പരാതികൾ വരുന്നുണ്ട്. മാറി മാറി വരുന്ന DGPകൾ, പുതിയതായി ചാർജ് എടുക്കുന്ന DGPകൾ ആദ്യം പറയുന്നത് പൊതുജനങ്ങളോട് മാന്യമായി സംസാരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം അതായത് ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളയുന്ന ഒരു രീതിയാണ് കേരള പോലീസ് എപ്പോഴും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ CCTV ക്യാമറകളും, ഓരോ പോയിന്റിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ DGP അന്ന് ഉത്തരവിട്ടത്. അത് ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന സമയത്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഫയലുകൾ നീങ്ങിയത്. കുന്നംകുളം, അതോടൊപ്പം തന്നെ പീച്ചിയിലും കൂടാതെ ഇടതുപക്ഷ പ്രവർത്തകനെ വരെ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചു, ചെവിയിലെ ഡ്രൈഫ്രോം വരെ അടിച്ചു തകർത്തുവെന്ന് ഇപ്പോൾ ഒരു 12 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പോലീസിനെതിരെ ആരോപണവുമായി വന്നിട്ടുണ്ട്. ഇത്രയും കാലം ഉദ്യോഗസ്ഥരെ എന്തിന് സംരക്ഷിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വീഡിയോകൾ പുറത്തു വന്നതോടെയാണ് കസ്റ്റഡി മർദ്ദനത്തിന്റെ വാർത്തകൾ പുറത്തായത്. 2020 പോലീസ് സ്റ്റേഷനുകളിൽ CCTVകൾ സ്ഥാപിക്കുന്നത് സുപ്രീം കോടതി നിർബന്ധമാക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും രാത്രി കാഴ്ച ക്യാമറയുള്ള CCTV സ്ഥാപിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടുമാണ് കോടതി ഉത്തരവിട്ടത്. കാരണം പോലീസ് സ്റ്റേഷനുകൾ കസ്റ്റഡി മരണങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുവെന്ന് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി സ്വമേധ കേസെടുത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ അതൊന്നും തന്നെ മിക്ക സ്റ്റേഷനുകളിലും പാലിക്കപ്പെടുന്നില്ല എന്നൊരു ആരോപണവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.